നമസ്കാരം. കാന്താലാക എന്ന ഒറ്റ മ്യൂസിക്കൽ ആൽബം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയതാണ് ഷെഫാലി ജവാരിയ. എന്നാൽ തന്റെ 42ാമത്തെ വയസ്സിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ട ഷെഫാലിയയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില നിഗൂഢ രഹസ്യങ്ങളാണ് ഇപ്പോൾ ഭർത്താവ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഷെഫാലിയുടെ അപ്രത്യക്ഷ മരണം ഇന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം നടുക്കിയ ഒന്നായിരുന്നു. കാന്താലാക എന്ന മ്യൂസിക് വീഡിയോയിലൂടെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ ഷെഫാലി 2025 ജൂൺ 27 തന്റെ 42ാമത്തെ വയസ്സിലാണ് മുംബൈയിൽ വെച്ച് അന്തരിച്ചത്. ഹൃദയസ്തംഭനമായിരുന്നു മരണകാരണമെന്നാണ് റിപ്പോർട്ടുകൾ. നടിയും മോഡലുമായ ഷെഫാലിയുടെ പെട്ടെന്നുള്ള മരണം നിരവധി ചോദ്യങ്ങൾക്കാണ് വഴിതെളിച്ചത്. ചില റിപ്പോർട്ടുകളിൽ ഷെഫാലിയുടെ മരണം വെറും വയറ്റിൽ വാർദ്ധക്യ വിരുദ്ധ മരുന്നുകൾ കഴിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഇതാ ഷെഫാലി വിട പറഞ്ഞ് 6 മാസത്തിനു ശേഷം ഭർത്താവും നടനുമായ പരാഗ് ത്യാഗി നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയാവുകയാണ്. നടൻ പരാസ് ചബ്രയുടെ പോഡ്കാസ്റ്റിലാണ് പരാഗ് വിവരങ്ങൾ പങ്കുവച്ചത്. പലരും ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു. ദൈവമുള്ളിടത്ത് പിശാചുമുണ്ട്. ആളുകൾ സ്വന്തം ദുഃഖത്തിലല്ല, മറിച്ച് മറ്റുള്ളവരുടെ ദുഃഖത്തിലാണ് സന്തോഷിക്കുന്നത്. ഇതാര് ചെയ്തു എന്ന് എനിക്ക് അറിയാൻ കഴിയില്ല, പക്ഷെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ഇതാദ്യമായല്ല സംഭവിക്കുന്നത്. മുമ്പൊരിക്കൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ അതിനെ അതിജീവിച്ചു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വളരെ ഗുരുതരമായിരുന്നു. പരാഗ് ഇങ്ങനെയാണ് പറയുന്നത്. ഷെഫാലി വളരെ സന്തോഷവതിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ ലക്ഷണങ്ങളെക്കുറിച്ച് എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല, പക്ഷെ അവളെ ഒന്ന് തൊടുമ്പോൾ തന്നെ എന്തോ മാറ്റമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ബ്ലാക്ക് മാജിക്കിന്റെ ഫലമായി ഷെഫാലിയുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. കടുത്ത ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ, വിഷാദം, കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ എന്നിവ അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. പ്രാർത്ഥനകൾക്കിടയിലും ഷെഫാലിയെ സ്പർശിക്കുമ്പോഴും എനിക്ക് അസ്വാഭാവികമായ എന്തോ ഒന്ന് അനുഭവപ്പെട്ടിരുന്നു. ആദ്യത്തെ തവണ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് ഗൗരവമായി കണ്ടില്ലെന്നും, എന്നാൽ രണ്ടാമത്തെ തവണ അതിന്റെ തീവ്രത വളരെ കൂടുതലായിരുന്നുവെന്നും പരാഗ് കൂട്ടിച്ചേർത്തു. പ്രശ്നം കടുപ്പമായതോടെ ഞാൻ പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചു. പക്ഷേ ആരോ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇങ്ങനെയായിരുന്നു പരാഗ് തന്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. പരാഗിന്റെ തുറന്നു പറച്ചിലുകൾക്ക് പിന്നാലെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഷെഫാലി ബ്ലാക്ക് മാജിക്കിന് അടിമയായിരുന്നോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ മരണത്തിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും ആളുകൾ സംശയിക്കുന്നു. ഇപ്പോൾ വീണ്ടും കേസ് തുറന്ന് അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവണത പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും ആരാധകർ കമന്റ് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസവും അറിവുമുള്ള ആളുകൾക്കിടയിലേക്ക് വലിയ തോതിലാണ് അന്ധവിശ്വാസത്തിന്റെ കടന്നുകയറ്റമെന്ന് ആളുകൾ അഭിപ്രായപ്പെടുന്നു. ഇത്തരത്തിൽ അറിവും ബോധവുമുള്ള ആളുകൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കിലും മറ്റും വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ആരാധകരുടെ ഒരു പക്ഷം ചോദിക്കുന്നത്. ഷെഫാലിയുടെ മരണത്തിൽ ആദ്യം മുതലേ തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഷെഫാലിയുടേത് ഒരു സ്വാഭാവിക മരണമാണോ എന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകമാണോ എന്നും ഒരു തരത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്.